ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇലയടാന്നും വത്സെന്നും ഒക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കഴുകാം. നന്നായി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കാം. ഇലയടക്ക് വേണ്ടിയിട്ട് 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഇതിലിട്ട് കൊടുക്കാം. ഒരു തേങ്ങ മുഴുവനായിട്ടും ഞാൻ ചിരകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മുഴുവൻ തേങ്ങയും ഇട്ടിട്ടില്ല. ഒരു അരമുറി തേങ്ങയും പിന്നെ കുറച്ചും കൂടിയും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പച്ചരി നന്നായി അരച്ചെടുക്കാം. മുഴുവൻ പച്ചരി ഞാൻ അരക്കുന്നില്ല. ഒരു 1/4 ഗ്ലാസ് പച്ചരി ഞാനത് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് മാവിൽ വെള്ളം കൂടുതലായാൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനും മോളും കൂടി പ്ലാവില പറിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ കയറിയതാണ്. നേരത്തെ കുതിർത്ത പച്ചരിയിൽ നിന്ന് ഞാൻ കുറച്ച് പച്ചരി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് പൊടിച്ചെടുക്കാം. മാവ് കുറച്ച് ലൂസായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ച പച്ചരി ഇതിലേക്ക് ചേർക്കാം. മാവ് വല്ലാതെ ലൂസായാൽ നമുക്ക് പ്ലാവിലയിൽ പരത്താൻ ബുദ്ധിമുട്ടാണ്. ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന പ്ലാവിലയാണ്. നമുക്ക് പ്ലാവിലയിലേക്ക് മാവ് ഒഴിച്ച് പരത്തിയിട്ട് വെക്കാം. പ്ലാവിലയ്ക്ക് പകരം നിങ്ങൾക്ക് വാഴയിലയും ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, മാവ് ഇത്ര തിക്കായിരിക്കണം. പ്ലാവിലയുടെ അറ്റം വരെ പരത്തരുത്. നമുക്കൊരു 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ട് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് നമുക്ക് പ്ലാവിലേൻ്റെ ഒരു 1/2 ഭാഗത്തുനിന്ന് പരത്തി വെക്കാം. ഇതാ കണ്ടില്ലേ, നമുക്കിത് നടുക്ക് വെച്ചിട്ട് അങ്ങ് അടയ്ക്കാം. ഇങ്ങനെ ഇനി ഓരോന്നും ഇതേപോലെ റെഡിയാക്കി വെക്കാറുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. അതിന് എല്ലാ സ്ഥലത്തേക്കും ആവി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാഴയിലയുടെ തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് ആവി കിട്ടും. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. നിൽക്കുന്നില്ല, കണ്ടില്ല. അപ്പോൾ ഇത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നമുക്കിത് ഓരോന്നായിട്ട് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വത്സൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടി കുതിർത്ത് അരക്കുന്നതിന് പകരം ഇടിയപ്പപ്പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി